നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും വൺ സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ATM കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ ഒരു പുതിയ ATM കാർഡ് ബൈ പോസ്റ്റലായിട്ട് നമുക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടുതൽ നമുക്കൊരു മാനുവലും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ATM കാർഡിൻ്റെ പിൻ എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഒരു കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ATM കൗണ്ടറിൽ പോയി നമുക്ക് പുതിയ പിൻ നമ്പർ ജനറേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, SBIയുടെ ATM കൗണ്ടറിൽ തന്നെ പോവുക ആദ്യത്തെ തവണ. ആദ്യം തന്നെ നമ്മുടെ ഡെബിറ്റ് കാർഡ്, നമ്മുടെ ATM കാർഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ATM കൗണ്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിൻ ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 11 അക്കമുള്ള നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ്, നമ്മുടെ 10 അക്കമുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു 1 ടൈം പാസ്വേഡ് 2 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് പുതിയ പിൻ നമ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും ആ ഒരു നമ്മുടെ ഒരു കാർഡ് വലിക്കുക. അതിനുശേഷം SBIയുടെ ATM കൗണ്ടറിൽ തന്നെ വീണ്ടും ആ കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൻ്റെ അത് പിൻ ചേഞ്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് പുതിയ പിൻ നമ്പർ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ എന്താണ്, നമുക്ക് ആദ്യമേ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഉപയോഗിച്ചിട്ടായിരിക്കും പിൻ ചേഞ്ച് നടത്തുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ് ത്രൂ ഇൻ്റർനെറ്റ് ബാങ്കിങ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മുടെ മൊബൈൽ ബാങ്കിങ് നമ്മൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ http:/www.onlinesbi.sbi എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റിലേക്ക് കയറുക. അതിനുശേഷം ഈ സർവീസ് എന്ന് പറഞ്ഞത് സർവീസസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡെബിറ്റ് കാർഡ് സർവീസസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ATM കം ഡെബിറ്റ് കാർഡ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ATM പിൻ ജനറേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം യൂസ് 1 ടൈം പാസ്വേഡ് OTP ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്ന കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് അക്കൗണ്ട് നമ്പർ ടു ദ ഡെബിറ്റ് കാർഡ് ഈസ് ലിങ്ക്ഡ്. അതിനുശേഷം ഏത് അക്കൗണ്ട് നമ്പറിലുള്ളതാണോ ഡെബിറ്റ് കാർഡ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആ ഒരു അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സെലക്ട് ഡെബിറ്റ് കാർഡ് ഫോർ വിഷ് ടു ക്രിയേറ്റ് ചേഞ്ച് പിൻ. അതിനായിട്ട് ഒരുപക്ഷെ ആ ഒരു അക്കൗണ്ട് നമ്പറിൽ തന്നെ മൾട്ടിപ്പിൾ ഡെബിറ്റ് കാർഡ്സ് ഉണ്ടാവും. അതിനകത്ത് ഏത് ഡെബിറ്റ് കാർഡിൻ്റെ ആണോ പിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 4 അക്കമുള്ള പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സീക്രട്ട് പിന്ന് അത് വീണ്ടും ഒന്നും കൂടെ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ആ എൻ്റർ ചെയ്ത് കൊടുത്ത് 4 അക്ക പിൻ നമ്പർ ആയിരിക്കും നിങ്ങളുടെ പുതിയ പിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി നമുക്ക് ATM പിന്ന് ജനറേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ. നമ്മുടെ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് പിൻ ജനറേറ്റ് ചെയ്യാനുള്ളത് ത്രൂ SMS. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, SMS അയക്കുക. നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് പിൻ സ്പേസ് ഈ CCCC എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് 4 ഡിജിറ്റ് ഓഫ് ഡെബിറ്റ് കാർഡ് നമ്പർ. അതായത് നമ്മുടെ ഡെബിറ്റ് കാർഡിന് ATM കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്പേസ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഈ 4A എന്ന് എഴുതിയേക്കുന്നത് നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ആയിരിക്കും. അതും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം 567676 എന്ന നമ്പറിലേക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് SMS ആണ് അയക്കേണ്ടത്. അതായത് പിൻ സ്പേസ് ATM കാർഡിൻ്റെ അവസാനത്തെ 4 അക്കം സ്പേസ് അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം അതിനുശേഷം 567676 എന്ന് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കൊരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP 2 ദിവസത്തേക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതിനുശേഷം ഏതെങ്കിലും SBIയുടെ ATM കൗണ്ടറിൽ പോയതിന് ശേഷം കാർഡ് ഇൻസെർട്ട് ചെയ്യുക. ബാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻ ചേഞ്ച് എന്നത് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് പിൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ രീതി. ഇനി നമ്മുടെ നാലാമത്തെ രീതി ഇതാണ്, നമുക്ക് ത്രൂ IVRs നമുക്ക് കോൾ ചെയ്ത് SBIയുടെ കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്ത് പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ ഒരു 1800 1234 എന്ന് പറയുന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ 1800 2100 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് കോൾ ചെയ്യുക. അതിനുശേഷം നമ്മളോട് നമ്മുടെ ATM കാർഡിൻ്റെ അവസാനത്തെ 5 അക്കം എൻ്റർ ചെയ്യാൻ പറയും. അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 5 ഡിജിറ്റ് ഓഫ് അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കം എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അത് രണ്ടും അടിച്ചു കൊടുക്കുക. അതിനുശേഷം കാർഡ് ഹോൾഡർ ആരാണോ അവരുടെ ഏതാണോ ജനന വർഷം അത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു OTP നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു OTP ഉപയോഗിച്ച് നമ്മുടെ SBI ATM കൗണ്ടറിൽ പോയതിന് ശേഷം മെനുവിൽ ബാങ്കിങ് എന്നത് സെലക്ട് ചെയ്ത് പിൻ ചേഞ്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തും നമുക്ക് ATM കാർഡിൻ്റെ പിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 4 മെത്തേഡ്സ് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അകത്ത് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് ഉള്ളവരാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് പിൻ നമ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ATM കൗണ്ടറിൽ പോകാതെ തന്നെ പിൻ നമ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബാക്കി എല്ലാ മെത്തേഡ്സിലും നമുക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പിൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് SMS അയക്കുമ്പോൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വേണം. അവിടെ ഒരു OTP ലഭിക്കും. ആ ഒരു OTP ആയിട്ട് SBIയുടെ ATM കൗണ്ടറിൽ പോയിട്ടാണ് നമ്മൾ പിൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് കോൾ ചെയ്ത് OTP ലഭിച്ചതിന് ശേഷമാണ് ATM കൗണ്ടറിൽ പോയി പിൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതലായിട്ടുള്ള ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും ഈ ഒരു ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.